വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണെന്ന് നമ്മുടെ നാട്ടിലെ ഒട്ടനേകം ഏതാണ്ട് 1000-ലധികം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല വഴിയിൽ എത്തിച്ച പ്രിയപ്പെട്ട ടീച്ചറിനുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ എളിയ ഒരു യാത്രയപ്പ് സംഗമം. ഇതിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുന്നു. ആദ്യമായി ഈശ്വരൻ പ്രാർത്ഥന. ഒരു മാത്രവരം തന്ന ചൈതന്യമേ, ഈ ജന്മസുന്ദര സുരഭിലാഭാര്യത്തെ അറിവിന്റെ നിറമായി നിറച്ചിടണേ. ഒരു അതിനുള്ളിൽ ഞങ്ങളുടെ ചരിതം നിറയ്ക്കാൻ കാലം കഴിഞ്ഞിനി പോയി മറഞ്ഞാലും ശ്രുതിയായൊളിയായി പൂമണം തൂവാനും. അധ്യക്ഷൻ ശ്രീ എബ്രഹാം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭാ സതീശൻ അവർ, വൈസ് പ്രസിഡന്റ് എബി, ശ്രീമതി റീന ഷാജഹാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ലാലി അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ സുനിൽകുമാർ അവർ, ഇടപെടൽ ഇസ്ലാം ജമാഅത്ത് ഇമാം മുഹമ്മദ് സലീം മലാരി, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബിൽസാർ, പിന്നെ ഇവിടെ വിളിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം രക്ഷകർത്താക്കളും പ്രിയപ്പെട്ട നാട്ടുകാർ. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുമ്പോൾ സ്വാഗതം പറയുക എന്നതാണ്. എന്നാലും അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ കർത്തവ്യം കടക്കാം. നമുക്കറിയാം, ആരോഗ്യത്തിലെ ഒരു പരിപാടിയിൽ എന്ത് പരിപാടി എന്ത് പ്രോഗ്രാം ചെയ്താലും നല്ല കാര്യങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ. സ്വാഗതാശംസിച്ച അധ്യക്ഷനായ CB അമ്മനാട്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റീന ഷാജഹാൻ, ബ്ലോക്ക് മെമ്പർമാരായ ആനി ടോം, ലാലി അശോകൻ, നമ്മുടെ തമല ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് എബിൻ, കുഞ്ഞുങ്ങളുടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനും ഉൾപ്പെടെ അവരെ അടുത്ത ഒരു സ്കൂൾ തലത്തിലേക്ക് എത്തിക്കുന്നിടം വരെ ഒരു അംഗൻവാടി ടീച്ചറിൻ്റെ ചുമതല വളരെയധികമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപാട് പങ്കുവഹിച്ച് ടീച്ചർ ഒരുപാട് നന്മകൾ മാത്രം പ്രവർത്തിച്ച ടീച്ചറിന് എല്ലാവിധ ആശംസകളും. ഇനിയുള്ള കാലം ടീച്ചറിൻ്റെ കുടുംബത്തോടൊപ്പം ആരോഗ്യത്തോടും സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആദ്യമായി ആരോട്ടവങ്ങളുടെ വേദിയിൽ നിൽക്കാൻ കഴിയുന്നതിന് അടിസ്ഥാനപ്പെട്ടത് അധ്യാപിക കൂടിയാണ്, പക്ഷെ ടീച്ചർ കൂടിയാണ്. അപ്പം ആദ്യം പറഞ്ഞൊരു ആദ്യത്തെ ടീച്ചറുടെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളിൽ ഒരാളാണ് ഞാൻ. ഇപ്പം 47 വയസ്സായി. ടീച്ചർ 44 വർഷമല്ലോ. 3 വയസ്സിൽ ഞങ്ങൾ അംഗൻവാടിയിലെത്തിയത്. മിനിയൊക്കെ ഉണ്ട്. മിനി ഞങ്ങൾ അടുത്ത കുട്ടികൾക്ക് ടീച്ചർ അന്ന് നല്ല പാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഫുൾ പാവാട ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെ ടീച്ചർ വാഹിതയായി, ടീച്ചറിൻ്റെ മകളും ഒക്കെ ആയി. പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം ടീച്ചറിൻ്റെ മകളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. അപ്പം ആദ്യം കഴിച്ച അക്ഷരങ്ങളിൽ നിന്നാണ് എൻ്റെ ഇന്നും എൻ്റെ എഴുതുന്നത്. ആ അക്ഷരങ്ങൾ കൂട്ടി ഉറപ്പിച്ചു തന്ന ടീച്ചറിന് എൻ്റെ എല്ലാ സ്നേഹാശംസകളും. എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. മറുനാടൻ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായ അക്ഷരങ്ങൾക്ക് എന്നും നിറവായി ടീച്ചറിൻ്റെ ജീവിതവും നിറവുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്നേഹാദരവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ക്ലബിന് വേണ്ടി ഉപഹാരം സമ്മാനിക്കുന്നതിനായി മനീഷ് അധ്യക്ഷൻ
സിബി അമ്പാട്ട്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച TS സുജിത്ത്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനിയായ നമ്മുടെ തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശോഭ സതീശൻ, ബ്ലോക്ക് മെമ്പർമാരായിട്ടുള്ള ശ്രീമതി ആനി തോമർ, ശ്രീമതി ലാലി അശോകൻ അവർ, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷയ്, നമ്മുടെ ഈ വാർഡിന്റെ മെമ്പറായിട്ടുള്ള ശ്രീ സുനിൽകുമാർ അവർ തുടങ്ങി നമ്മുടെ താജുൽ ഇസ്ലാം ജമാഅത്തെ ഇടമണ്ണിലെ ശ്രീ മുഹമ്മദ് സലീം മന്നാനി അവർ, അതുപോലെ നമ്മുടെ അധ്യാപകനും കവിയുമായിട്ടുള്ള ശ്രീ മോഹൻദാസ് അവർ, അതുപോലെ തന്നെ ശ്രീ ഡി മോഹനൻ അവർ, അധ്യാപകനായിട്ടുള്ള ശ്രീ A.T. ഫിലിപ്പ് അവർ, ശ്രീ ജിമ്മി ടീച്ചർ അവർക്ക് തുടങ്ങി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഈ ആലപ്പുഴ കോവിൽ നിവാസികൾ, കുട്ടികൾ, ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും ഈ ഒരവസരത്തിൽ നമസ്കാരം. നമുക്കറിയാം, അധ്യാപനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു ജോലിയാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച് വിടുന്ന കുട്ടികൾ അവരുടെ സ്നേഹമൊക്കെ എന്നും കിട്ടാൻ ഭാഗ്യം ചെയ്തവരാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ഉഷ ടീച്ചറിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിക്കുമ്പോഴും ഒക്കെയാണ് ഉഷ ടീച്ചറിനെ കുറിച്ച് അറിയാം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുൻ അധ്യാപകൻ കൂടിയായിരിക്കുന്ന TS സുജിത്ത്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ശോഭ സതീശൻ, ഇവിടെ ആശംസകൾ നേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വീണ ഷാജകൻ, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് മെമ്പർ ശ്രീമതി ആനി ടോം, ലാലി അശോകൻ, ഈ വാർഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർ ശ്രീ സുനിൽകുമാർ, അതുപോലെ തന്നെ താജുൽ ഇസ്ലാം ജമാഅത്തെ ഇടമണ്ണൂർ പ്രതിനിധിയുടെ ശ്രീ മുഹമ്മദ് സലീം മന്നാനി, അതുപോലെ തന്നെ കവിയും അധ്യാപകനുമായ പ്രിയപ്പെട്ട മോഹൻദാസ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രിയപ്പെട്ട അധ്യാപകനുമായ A.T. ഫിലിപ്പ്, ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമാനതകളില്ലാത്ത 45 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ഉഷാകുമാരി ടീച്ചർ പടിയിറങ്ങുന്ന വലിയൊരു നിമിഷമാണ്. ഒരേ സമയം നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷവും വലിയ സങ്കടവും നമുക്ക് നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ പഞ്ചായത്തിലേക്ക് ഭാരവാഹിയായി വന്നപ്പോഴാണ് ഉഷാകുമാരി ടീച്ചറിനെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത്. ഒരുപക്ഷെ അംഗൻവാടി കലോത്സവം ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ടീച്ചറുമായി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 45 വർഷം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാലഘട്ടമല്ല. ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉള്ള ഭയവും ഭയപ്പാടും വീട് വിട്ട് മാറുന്നതിൻ്റെയുള്ള ഒരു സങ്കടവും എല്ലാം അംഗൻവാടി കുഞ്ഞുങ്ങളായ നഴ്സറി കുഞ്ഞുങ്ങളായ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതാണ്. അമ്മയുടെ സാന്നിധ്യങ്ങളിൽ നിന്ന് മാറാതെ കരഞ്ഞു വിളിക്കുമ്പോൾ ടീച്ചർ മോളെ മോനെ എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം നൽകുകയും മുട്ടായി നൽകുകയും കുഞ്ഞുങ്ങളെ കരുതി അവരെ ആ ക്ലാസ്സുകൾ ഇരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം എന്ന് പറയുന്നത് വല്ലാത്തൊരു പാടാണ്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരാൾ കരയുമ്പോൾ ഒരാൾ മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് പറയും, ഒരാൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. വ്യത്യസ്തങ്ങളായ ആ ഒരു കരച്ചിലും അടിയും പിഴിപ്പിച്ചും ആ ഒരു അവസ്ഥകൾ എല്ലാം കൈകാര്യം ചെയ്ത് വളരെ സ്നേഹത്തോടുകൂടി ആദ്യം ലാളനയും സ്നേഹവും നമുക്ക് നൽകിയത് ഈ ടീച്ചർ തന്നെയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ വേദിയിലേക്ക് വിനീതനെ ക്ഷണിച്ചതിൽ ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. വിശാലമായ ഒരു സംസാരത്തിന്റെ വേദിയല്ല,
ഈ നാട്ടിൽ ജനിച്ചു വളർന്ന അതേ അധ്യാപിക നാം ഇന്നത്തെ സാഹചര്യങ്ങളും മറ്റും വീക്ഷിക്കുമ്പോൾ ഇതൊരത്ഭുതം തന്നെയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനികൾ, ഞാൻ ടീച്ചറിൻ്റെ 3ാമത്തെ യാത്രയപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഇത് 3ാമത്തെ യാത്രയപ്പോൾ സമ്മേളനമാണ്. ആദ്യം അംഗൻവാടി കുഞ്ഞുങ്ങളുടെ ഒരു യാത്രയപ്പോൾ അംഗൻവാടിയിൽ വെച്ച് നടന്നു. അതിനുശേഷം ALMC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നിറഞ്ഞ സദസ്സിൽ മനോഹരമായ യാത്രയപ്പോഴായിരുന്നു. ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് സമ്മേളനമാണ്. നമ്മുടെ ടീച്ചർ കഴിഞ്ഞ 44 വർഷം സേവനം പൂർത്തിയാക്കി വിരമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ 44 വർഷം അംഗൻവാടി ടീച്ചറായിട്ടല്ല ടീച്ചർ അവിടെ പ്രവർത്തിച്ചത്. 1995 അംഗൻവാടികൾ രൂപീകൃതമാണ്. അതിന് മുമ്പ് ഒരു കാലമാണ്, അതിനുശേഷം ഒരു കാലം. അതിന് മുമ്പ് ഈ അംഗൻവാടി ടീച്ചറിനും ആയിരുന്നവരുടെ ശമ്പളമൊന്നുമില്ല. ഫീഡിങ് സെൻ്ററാണ്. ബാലവാടി എന്ന് പറയുന്ന ഫീഡിങ് സെൻ്ററായിട്ട് തുടങ്ങി പിന്നെ ബാലവാടിയായി നാമമാത്രമായി 30 രൂപയോ 25 രൂപയോ ശമ്പളമൊക്കെ വാങ്ങിച്ച് വളരെ ദീർഘകാലം കഴിഞ്ഞ് 1995 എത്തുമ്പോൾ രാജ്യവ്യാപകമായി അംഗൻവാടികൾ സ്ഥാപിച്ച കാലഘട്ടത്തിൽ 725 രൂപയിൽ തുടങ്ങി കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്താണ് ഇപ്പോൾ അവർ വാങ്ങിക്കുന്ന ഒരു മാന്യമായ ശമ്പളമൊന്നും പറയാൻ കഴിയില്ല. വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഈ നാട്ടിലെ ഒരു തലമുറയെ ആകെ പഠിപ്പിച്ച് അവരെയൊക്കെ ഉന്നത നിലവാരത്തിൽ ഒരു വേദി എനിക്ക് അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ഒരു വേദിയിൽ തുടർന്ന് പോകാനും ഒക്കെ നല്ല മാതാസാറിൻ്റെ ചെന്നാലും നല്ല സപ്പോർട്ടാണ്. എന്തൊക്കെ നടത്തണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഒരു നല്ല മനസ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് സങ്കടാവസ്ഥയിൽ വരുന്ന സമയത്ത് തന്നെ ആയാലും നമ്മളോടൊപ്പം അതങ്ങനല്ല, അവിടെ ഇരുന്നാൽ പോരാ, ഇറങ്ങണം എന്നും പറഞ്ഞ് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബിന്ദു സാർ. അവരെല്ലാം ഇത് എഴുതി. പിന്നെ തുടർന്ന് ഉഷേരിയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കമലമ്മയ്ക്കായാലും, കമലമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ കമലമ്മയ്ക്ക് ഈ വേദിയിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കമലമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഈ ചാന്തമമ്മി അവരൊക്കെ ഈ അംഗൻവാടി വെക്കുന്ന സമയത്ത് തന്നെ മണ്ണ് ചുമന്ന് ഞങ്ങൾ എൻ്റെ കാഴ്ച കുറേ പിള്ളേരുണ്ട്, ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് ഓടിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഞാനും ഉഷ ടീച്ചറൊക്കെ ഭാഗ്യമുള്ളവരാണ്. നിത്യയ്ക്കും കുറച്ച് ഭാഗ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അധ്യാപകർ എന്ന നിലയിലുള്ള അംഗീകാരം അല്ലെങ്കിൽ ഇതുപോലുള്ള റിട്ടയർമെന്റ് ആദരവ് ഒക്കെ അധികം താമസിക്കാതെ നിന്നുപോകുന്നതാണ് എനിക്ക്. ഞാനൊരു ആശ്വാസസൂചനയുള്ള വർത്തമാനം പറഞ്ഞുവെന്ന് നിങ്ങൾ കരുതരുത്. അതിനൊരു കാരണമാണ്. ഇപ്പോൾ സിബി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പിന്നെ സാറേ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നതിൽ പങ്കെടുക്കണം, മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ച് സിബിയോട് പറഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആദ്യം തന്നെ റിട്ടയർ ചെയ്യുന്ന ഉഷ ടീച്ചറിന് സർവവിധമായ ഭാവുകങ്ങളും ആദരവും ഞാൻ അർപ്പിക്കാം. മറ്റു പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് തിരക്കിപ്പോയി ആരൊക്കെയാണ് ഇന്ന് ഈ മാസം റിട്ടയർ ചെയ്യുന്നത്. മാമ്പഴത്തറയിൽ പഠിപ്പിക്കുന്ന ശശി, മാമ്പഴത്തറയിലെ ശശികലയിൽ ഉഷ ടീച്ചർ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റകളിലുള്ള സബീന പോയോ, സബർനിസ പോയോ, സബർനിസ ഞാൻ പഠിപ്പിച്ചാണ്. അങ്ങനെ ഇപ്പോൾ തബല പഞ്ചായത്തിൽ സബർനിസ നേരത്തെ റിട്ടയറായിരുന്നു. അല്ലേ 10ഓളം അംഗൻവാടി വിദ്യാർത്ഥികൾ ഞാൻ പഠിപ്പിച്ച കേട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ പല തുടങ്ങി
തീർത്ഥ ദക്ഷിണ അമ്പാടി ചെറുമകൻ ദക്ഷിണാസനം അടുത്ത ഷീജ അമ്പാടിലെ എല്ലാ ചെറുമക്കളുണ്ട് ലിയാന അതിനുശേഷം അക്ഷര ഷീജ പുഷ്പ ഷീജ പുഷ്പ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ നല്ലവരായ നാട്ടുകാരെ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ മക്കളെ, കുഞ്ഞുമക്കളെ, അച്ഛനമ്മമാരെ, എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാതെ ഓരോ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. പിന്നെ ഇങ്ങനെയൊരു യാത്രയപ്പിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മ ടീച്ചർ ഈ വർഷം ഇങ്ങനെ വിരമിക്കുകയാണല്ലോ, ടീച്ചറിന് എന്തോ ലക്ഷങ്ങൾ എനിക്ക് പിരിഞ്ഞു പോകുമ്പോൾ സർക്കാർ തരുമെന്നും എന്താണ് ടീച്ചറിന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന തുകയെക്കുറിച്ചുമൊക്കെ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പൂർവ്വകാല കഥകൾ മൊത്തം ആ അമ്മയോട് പറയുകയും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഭർത്താവ് എൻ്റെ ആദ്യ ബാച്ചിലെ മോനാണ്. അവനെ ഞാൻ ഓർക്കണം, അവനിപ്പോൾ ഈ സ്ഥലത്തില്ല. നമ്മുടെ കുഞ്ഞുമോനെന്ന് അറിയപ്പെടുന്ന ദിവൻ, അവനിലൂടെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. അതിന് എല്ലാ കുഞ്ഞുങ്ങളും, എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും അതിന് ഒത്തുചേർന്ന് സഹകരിച്ച് അന്യദേശത്ത് നിന്നവർ പോലും ഇന്നലെയും ഇന്നുമായി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് വരികയും ഇതുപോലെ ശാരീരിക സുന്ദരമായ ഒരു ഗ്രാമം വേറെ എങ്ങും കാണില്ല. ഒത്തൊരുമയുള്ളതും ഒരേപോലെ ഒരേ മനസ്സോടെ എല്ലാവരെയും ഒന്നിച്ച് കോർത്തിണക്കി എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിൽ പറഞ്ഞു വിടുന്നതിന് എന്നെ ഓരോ കുഞ്ഞിനെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ മടിയിലിരുത്തി ഉമ്മ വയ്ക്കാത്ത ഒരു കുഞ്ഞുങ്ങളും ഇവിടെ വളർന്നിട്ടില്ല. എൻ്റെ അടുത്ത് വരാത്ത ഒരു കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഓടി നടന്ന സ്കൂളുകാരും അംഗൻവാടിക്കാരും കുഞ്ഞുങ്ങളെ വീട് വീടാന്തരം കയറി വെൽഫെയർ കമ്മിറ്റിക്കാരും പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുവാണ്, ഞങ്ങളുടെ ഓഫീസൊക്കെ പറയും. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും ഒരു വീട്ടിലും പോയി വിളിക്കണ്ട. എങ്ങനെയെങ്കിലും 2.5 വയസ്സാകുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാതെ അവർ 1.5 വർഷം പഠിപ്പിക്കാതെ ഒന്നും കൊണ്ടുപോയില്ല. അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതമേ അംഗൻവാടിക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ്. എൻ്റെ അംഗൻവാടി പ്രവർത്തനം കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ വീട്ടുകാര്യമായാലും എൻ്റെ മകളുടെ കാര്യമായാലും വർഷത്തിൽ എനിക്ക് 20 ലീവ്, കാശ് ലീവ് ശമ്പളത്തോട് കിട്ടും. അതിൽ 2 ലീവ് പോലും ഞാൻ എടുക്കില്ല. ലീവ് എടുക്കാത്ത ഒരു വ്യക്തിയുമാണ്. എനിക്ക് അംഗൻവാടി കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യമുള്ളൂ. അതിൻ്റെ നിറവാണ് എനിക്കുണ്ടായ ഈ ആദരവുകളെല്ലാം. ഞാൻ ദൈവത്തെ നിലനിർത്തി മാത്രമേ എല്ലാം ചെയ്തിട്ടുള്ളൂ. ഇതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയുകയാണ്. കുഞ്ഞുമോൻ, രതീഷ്, സുജിത്ത്, സൂര്യപ്രകാശ്, രതീഷ് എന്നിവർ ചേർന്നാണ് മിക്ക കാര്യങ്ങളും ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തത്. ആ ഒരു ഐക്യമാണ് ഈ ഒരു മനോഹരമായ ഈ ഒരു ചടങ്ങ്. അതുപോലെ നിവാസ്, സുജിത്ത്, സൂര്യപ്രകാശ്, രതീഷ് എന്നിവർ ചേർന്നാണ് എല്ലാ തീരുമാനങ്ങളും കൂടി ആലോചിച്ചെടുത്തത്. പ്രത്യേകമായ നന്ദി. അതുപോലെ തന്നെ ഔദ്യോഗികമായ നന്ദി അറിയിക്കുന്നതിനായി നമ്മുടെ നാട്ടുകാരിലും മാധ്യമപ്രവർത്തകരുമായ GV ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഏറെ സമയം വൈകിയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അംഗൻവാടിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ അത്രയും വർഷത്തെ അവിടെ ഉള്ള പാട്ടുകൾ മുഴുവൻ
ആ പരിസരത്തുള്ള മുഴുവൻ പേർക്കും കാണാപ്പാടമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ ടീച്ചർ. ഞാൻ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിൽ കഴിഞ്ഞ വർഷം മാത്രം കരോള പഞ്ചായത്തിലെ മാത്രം നെടുമലയിൽ ഒരു സെൻറ്റ് ഓഫ്, അതായത് ഏറ്റവും വലിയ പരിപാടി, അതിനേക്കാൾ വലിയൊരു പരിപാടി ഇവിടെ നടത്തുന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സുനിൽകുമാർ, അതുപോലെ വളരെ മനോഹര